കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടി കർത്താവിൻ്റെ വചനവുമായിട്ട് നമുക്ക് ഒത്തുചേരുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് തന്ന നല്ല സാവകാശത്തെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വളരെ സംഭവങ്ങളെ കൊണ്ട് നിറഞ്ഞതായ ഒരു പകൽക്കാലം നമ്മെ വിട്ടുപോയി. ഈ സന്ധ്യാവേളയെങ്കിൽ നമുക്ക് പിന്നെയും ദൈവിക പാദപീഠത്തോട് അടുത്ത് വരുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ല സാവകാശത്തെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വേദഭാഗം നമുക്ക് ഒത്തുചേർന്ന കർത്താവിൽ ചിന്തിപ്പാൻ ഞാൻ ശരണപ്പെടുകയാണ്. പ്രാർത്ഥനാപൂർവ്വം എല്ലാവരുമായിരുന്നാട്ടെ. ഞാൻ ആ വേദഭാഗം നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ചു, നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പീൻ. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു വാക്യം ഇവിടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ധാരാളം കാര്യങ്ങളുണ്ട്. എന്നാൽ ഞാൻ ആ ഭാഗത്തേക്ക് വളരെയധികമായി പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നടപ്പ്, ഒരു ദൈവവേദലിന്റെ നടപ്പ് എപ്രകാരമായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനം എഴുതുന്നത് AD 60-നും 61-നും ഇടയിൽ താൻ റോമൻ കാരാഗൃഹത്തിൽ കഴിയുന്ന സമയത്താണ്. നമുക്ക് പ്രത്യേകമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന അപ്പോസ്തലനായ പൗലോസിന് 4 ലേഖനങ്ങൾ കാരാഗ്രഹ ലേഖനങ്ങളിൽ ഉൾപ്പെടുന്നു. എഫേസ്യർ, ഫിലിപ്പിയർ, കൊലോസ്യർ, ഫിലേമോൻ. ഈ 4 ലേഖനങ്ങൾ കാരാഗ്രഹ ലേഖനങ്ങളായി അറിയപ്പെടുമ്പോൾ ഇവിടെ ഇതാ എഫേസ്യ ലേഖനം കാരാഗ്രഹ ലേഖനമാണ് എങ്കിൽ പോലും താൻ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് കഷ്ടതയുടെ നടുവില്, വേദനയുടെ നടുവില് താൻ അവിടെ തൻ്റെ ജനത്തിനു വേണ്ടി ഈ ലേഖനം എഴുതുകയാണ്. ക്രിസ്തീയ വിശ്വാസികളെ താൻ ദൈവത്തിങ്കിലേക്ക് അധികമായി അടുപ്പിക്കുവാൻ, ക്രിസ്തുവിനോട് അടുത്ത് ജീവിക്കേണ്ടതിന് അവരെ പഠിപ്പിക്കുമ്പോൾ ഇവിടെ ഇതാ ഈ കാരാഗ്രഹത്തിൽ കടന്നുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനം എഴുതുകയാണ്. പലപ്പോഴും പല പണ്ഡിതാക്കൾ പറയുന്നുണ്ട് എഫേസ്യ ലേഖനം അവരെ മാത്രം ഉദ്ദേശിച്ചല്ല എഴുതിയിരിക്കുന്നതെന്ന്. പല പ്രവിശ്യകളിലായി ചിതറിപ്പോയ തൻ്റെ ഭക്തഗണത്തിനു വേണ്ടി തന്നിൽ നിന്ന് കേൾക്കപ്പെട്ട തിരുവചനം അവരുടെ ഒക്കെയും അടുക്കൽ എത്തപ്പെടണമെന്നുള്ള ആഗ്രഹത്താൽ താൻ ഈ ലേഖനം എഴുതുമ്പോൾ അനേക ഇടങ്ങളിലേക്ക് ഈ ലേഖനം കടന്നു ചെല്ലുകയാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ താൻ ദൈവവചനത്തിന്റെ അധിഷ്ഠിതമാമണ്ണം ജനത്തെ പഠിപ്പിക്കുമ്പോൾ 5-ാം അധ്യായത്തിലേക്ക് താൻ കടന്നു വരുമ്പോൾ അവിടെ ഇതാ ഒരു നടപ്പിനെ കുറിച്ച് താൻ വ്യക്തമായിട്ട് അവിടെ പഠിപ്പിക്കുന്നത് കാണുവാൻ നമുക്കിടയായി തീരും. ഇവിടെ നമുക്ക് ഈ വേദഭാഗത്തിന്റെ 2-ാം ഭാഗത്തേക്ക് പ്രവേശിക്കുമ്പോൾ താൻ അതിൽ എഴുതിയിരിക്കുന്നത് സ്നേഹത്തിൽ നടപ്പീൻ. ഞാൻ ആ വാക്യം ഒരു പ്രാവശ്യം കൂടി നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. അതിൻ്റെ അകത്ത് ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ചു, നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പിൻ. അപ്പോൾ ഈ നടപ്പിൽ ചില പ്രത്യേകതകളുണ്ട്. നമ്മുടെ അനുദിന ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ നടപ്പ് എങ്ങനെയുള്ളതായിരിക്കണം എന്നുള്ളതാണ് അപ്പോസ്തലൻ ഇവിടെ നമ്മളെ പഠിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലുള്ള അനുദിനമായുള്ള നടപ്പുകൾ മറ്റുള്ളവർ മുൻപാകെ നാം സ്നേഹത്തിൽ ആയിരിക്കണം, അഥവാ മാതൃകയോടെ ആയിരിക്കണം എന്നുള്ളതാണ് അപ്പോസ്തലൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ 5-ാം അധ്യായം നോക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് 3 പ്രാവശ്യം നടപ്പിനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതെ, അതിൻ്റെ 5-ാം അധ്യായം ഈ 2-ാം വാക്യത്തിലും, അതുപോലെ തന്നെ നമ്മൾ എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിലും, ഈ 5-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വേദഭാഗത്തിലും നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുമാത്രമല്ല, അപ്പോസ്തലനായ പൗലോസിന്റെ ഇതര ലേഖനങ്ങളിലും ഈ നടപ്പിനെ പറ്റി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഞാൻ 1-2 വേദഭാഗം വായിച്ച് ഇന്നത്തെ മെസ്സേജ് ഇവിടെ അവസാനിപ്പിക്കാമെന്ന് കർത്താവ് ശരണപ്പെടുകയാണ്. നമുക്ക് എങ്ങനെ നടക്കണം, നമുക്ക് ഈ ലേഖനത്തിലേക്ക് പ്രവേശിക്കാം. സ്നേഹത്തിൽ നടക്കുക. 5-2 എങ്ങനെ നടക്കണം എന്നുള്ളത് താൻ ഈ ലേഖനത്തിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുമ്പോൾ 5-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം വായിക്കുമ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പിൻ. അപ്പോൾ ഈ വഴിപാടും യാഗവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ നമുക്ക് മാതൃക, അല്ലേ? താൻ തന്നെ
തന്റെ ജീവിതം നമുക്കായിട്ട് സമർപ്പിച്ചു തന്നു. താൻ നമുക്കായിട്ട് മാതൃക കാണിച്ചു തന്നു. അങ്ങനെയെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു കാണിച്ചു തന്ന മാതൃകയിലൂടെ അവനെ പിൻപറ്റുന്ന ഓരോ ക്രിസ്തീയ വിശ്വാസികളും തങ്ങളുടെ ജീവിതം നയിക്കണമെന്നുള്ളതാണ് അപ്പോസ്തലൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ എങ്ങനെ നാം നടക്കണം? അന്യോന്യം സ്നേഹത്തിൽ നടക്കണം. കാരണം കാൽവറിയിൽ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി തന്റെ സ്നേഹം പ്രദർശിപ്പിച്ചു. തന്റെ അവസാനത്തെ തുള്ളി രക്തം വരെയും ഊറ്റി തന്നുവെങ്കിൽ ഇന്നത്തെ ക്രിസ്തീയ മാർഗം സ്വീകരിച്ചിരിക്കുന്ന ഓരോ ദൈവ പൈതലും കർത്താവിന്റെ കാൽച്ചുവടുകളെ പിൻപറ്റണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എന്റെ കാൽച്ചുവടുകളെ പിൻപറ്റുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങൾക്കൊരു മാതൃക വെച്ച് പോയിരിക്കുന്നു. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അതേ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു, നമ്മോട് ആവശ്യപ്പെടുന്നു, നിങ്ങളുടെ നടപ്പ് എങ്ങനെയുള്ളതായിരിക്കണം? സ്നേഹത്തിലായിരിക്കണം. പലപ്പോഴും ഇന്ന് ആത്മീയ ഗോളത്തിൽ നാം കണ്ടുവരുന്നതായ കാര്യങ്ങൾ, ഇത് സ്നേഹം നഷ്ടപ്പെട്ട ഒരു കാലഘട്ടമാണ് അല്ലേ? അതേ, അന്ത്യകാലത്തെ സ്വസ്നേഹികളായി മനുഷ്യൻ തീരുമെന്നാണ് നമ്മൾ വേദപുസ്തകത്തിലൂടെ പഠിക്കുവാൻ നമുക്ക് കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പല കുടുംബങ്ങൾ എടുത്തു നോക്ക്, സമൂഹത്തിൽ വ്യക്തി ജീവിതങ്ങളെ എടുത്ത് പഠിച്ചു നോക്ക്, അവരുടെയൊക്കെയും ഇടയിൽ സ്വാർത്ഥത എന്നുള്ള ഒരു താല്പര്യം കിടക്കുകയാണ്. സ്വാർത്ഥത എന്നുള്ള ഒരു സ്വഭാവം ഇന്ന് പകൽക്കാലത്തിങ്കൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, സ്വാർത്ഥത അല്ല, നിസ്വാർത്ഥമായ സ്നേഹമാണ് ഇവിടെ അപ്പോസ്തലൻ ഉദ്ദേശിക്കുന്നത്. നാം ആരെയാണ് പിൻപറ്റുന്നത്? ആരുടെ പാതയിലൂടെയാണ് നടക്കുന്നത്? ഹല്ലേലൂയ! ഈ ദിവസങ്ങളിൽ നാം ചിന്തിച്ചേ മതിയാകൂ പ്രിയപ്പെട്ടവരെ. നമ്മുടെ നടപ്പ് സ്നേഹത്തിലായിരിക്കണം. എൻ്റെ അരുമമണവാളനായ കർത്താവ് നമുക്ക് വേണ്ടി തന്റെ ജീവനെ നൽകി തരുമ്പോൾ താൻ എത്രയോ കഷ്ടം അരിമത്യക്കാരനായ യോസഫിന്റെ കല്ലറയിൽ അടക്കപ്പെടും വരെയും താൻ എത്രയോ കഷ്ടങ്ങൾ അനുഭവിച്ചു. പീലാത്തോസിന്റെ അടുക്കൽ പോയി താൻ ചോദ്യം ചെയ്യപ്പെടുന്ന സമയം മുതൽ, താൻ ഗത്സമന മുതൽ താൻ അനുഭവിച്ച എണ്ണിത്തീർക്കുവാൻ കഴിയാത്തതായിരുന്നു. ഗോൽഗോഥയോളം താൻ അനുഭവിച്ച കഷ്ടതയും അടിയും പങ്കപ്പാടുകളും നമുക്ക് ഈ പകൽക്കാലം തിരുവചനത്തിലൂടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. യെശയ്യാ പ്രവാചകൻ കർത്താവിന് കാൽവരി മരണത്തെ കുറിച്ച് വളരെയധികമായി വിവരിക്കുന്നുണ്ട്. താൻ നമുക്ക് വേണ്ടി അവസാനത്തെ തുള്ളി രക്തം വരെ ഊറ്റുമ്പോൾ, താൻ ഓരോ അടികളും കൊള്ളുമ്പോൾ തന്റെ പുറമുഴവ് ചാലുപോലെ അടിച്ചു കീറി. മാത്രമല്ല, അവന്റെ മുഖത്തു നിന്നും ഓരോരോ രോമങ്ങൾ പിഴുതെടുക്കുന്നു. ഹല്ലേലൂയ! അവന്റെ മുഖത്ത് തുപ്പി. പ്രിയപ്പെട്ടവരെ, എൻ്റെ കർത്താവ് എനിക്ക് നിങ്ങൾക്കും വേണ്ടി അനുഭവിച്ച ത്യാഗം എന്തുകൊണ്ടെന്നറിയാമോ? അവന് നമ്മോടുള്ള സ്നേഹത്തിന്റെ ആധിക്യം കൊണ്ടാണ്. പലപ്പോഴും നമുക്കത് സാധിക്കുന്നുണ്ടോ? നമ്മെ ആരെങ്കിലും അല്പം കുറ്റം പറഞ്ഞാൽ, നമ്മെ ആരെങ്കിലും അല്പം വേദനിപ്പിച്ചാൽ നമുക്ക് പലപ്പോഴും അവരോട് വൈരാഗ്യമാണല്ലേ? എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് പറയും, നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം. സ്നേഹമാണ് സകല സാരമൂഴിയിൽ നിന്ന് നമുക്ക് കേൾക്കുവാൻ നമ്മളുടേതായ മഹാകവികൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലേ? സ്നേഹിക്കുന്നില്ല എങ്കിൽ നമുക്ക് അന്യോന്യം ഹല്ലേലൂയ കർത്തവ്യങ്ങളോ കടമകളോ ഇല്ല. അവനവന്റെ കാര്യം നോക്കി ജീവിക്കാം. എന്നാൽ സ്നേഹം ഈ ദിവസങ്ങളിൽ അത്യാവശ്യമാണ്. സമയം മുൻപോട്ട് പോകുന്നല്ലോ. ഞാൻ ഒരു വാക്യം കൂടി വായിക്കാം. സ്നേഹത്തിൽ നടപ്പീൻ എന്ന് പറഞ്ഞു. 2 അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, 5-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ പറയുന്നു. ഹല്ലേലൂയ! ഞാൻ ആ വാക്യം കൂടി നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ആകയാൽ സൂക്ഷ്മതയോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവിൻ. ഹല്ലേലൂയ! അജ്ഞാനികളായിട്ടല്ല, ജ്ഞാനികളായിട്ട് നടക്കുവാൻ നോക്കണം. ഒന്നാമതായിട്ട് സ്നേഹത്തിൽ നടക്കണം. രണ്ടാമതായിട്ട് താൻ പറയുന്നു, അജ്ഞാനികളല്ല ജ്ഞാനികളായിട്ട് നടക്കുവാൻ ശ്രമിക്കണം. അപ്പോൾ ഈ കാലഘട്ടം, സമയം ഹല്ലേലൂയ വളരെ മോശപ്പെട്ട കാലഘട്ടമാണ്. എന്ന് വെച്ചാൽ, ഞാൻ കാലത്തെയല്ല, മനുഷ്യൻ തങ്ങളുടേതായ ജീവിത ശൈലികൾ വളരെ മ്ലേച്ഛമായ അനുഭവത്തിലേക്ക് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യർക്ക് വല്ലവിധേനയും സന്തോഷം കൈവരിക്കണമെന്നുള്ള ആ വ്യാജന തങ്ങളുടെ ജീവിതം ഈ ദിവസങ്ങളിൽ ദൈവത്തിൽ നകർന്നു മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സ്വസ്നേഹികളായിട്ട്, വമ്പ് പറയുന്നവരായിട്ട്, ഏഷണി പറയുന്നവരായിട്ട് തീർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ ഇതാ നമുക്ക്
ഈ ലോകത്തിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഒരു വലിയ ജ്ഞാനം ആവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ അപ്പോസ്തലനായ പൗലോസിന്റെ ലേഖനത്തിൽ തന്നെ കാണുന്നുണ്ട്, ഇത് ദുഷ്കാലമാകിയാൽ നിങ്ങൾ സമയം തക്കത്തിൽ വിനിയോഗിക്കണമെന്നുള്ളത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ജ്ഞാനം എന്നുള്ളത് നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ദൈവത്തിൽ നിന്ന്. ഈ ദുഷ്കാലത്ത് ജീവിക്കുവാൻ നമുക്ക് ജ്ഞാനം ആവശ്യമാണ്. നമ്മുടെ വിരൽ തുമ്പിലാണ് ഈ മീഡിയാസ്. ഒരു മൊബൈൽ കയ്യിൽ എടുത്തു കഴിഞ്ഞാൽ എത്രയോ ആപ്സുകളാണ്. നമുക്കത് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടിയതും വേണ്ടാത്തതുമായ എല്ലാവിധ കാര്യങ്ങളും ലഭിക്കുവാൻ ഇടയാകുമല്ലേ? തിരഞ്ഞെടുക്കേണ്ടത് നാം ആണ്. പ്രിയപ്പെട്ടവരെ, അതിനുള്ള ജ്ഞാനം എവിടെ നിന്നാണ് ലഭിക്കുന്നത്? അത് ഉയരത്തിൽ നിന്നാണ്. സ്തോത്രം. ഈ സ്വർഗീയ ജ്ഞാനം നമ്മളെ ഭരിച്ചിട്ടില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, നാമും വീണു പോകേണ്ടിയവരായി തീരുവാൻ തക്കവണ്ണം ഇടയാകും. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറയുകയാണ്, ജ്ഞാനം ഹല്ലേലൂയ ദൈവത്തിൽ നിന്നാ വരുന്നത്. യഹോവ ഭക്തിയാണ് ജ്ഞാനത്തിന്റെ ആരംഭം. ഈ ജ്ഞാനം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കണമെന്നുണ്ടെങ്കിൽ യഹോവ ഭക്തിയിൽ നാം മുഴുകി ജീവിക്കണം. പലപ്പോഴും ഈ ലോകത്തിന് അനുരൂപപ്പെട്ടുകൊണ്ട് നമ്മുടെ ജീവിതം നയിക്കുമ്പോൾ ലോകമേ ഈ ദിവസങ്ങളിൽ ഗുഡ് ബൈ എന്ന് പറയുവാൻ ആർക്ക് കഴിയും? പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ലോകത്തിൻ്റെതായ ഇമ്പങ്ങളിലേക്ക് നമ്മെ മുഴുക്കിക്കൊണ്ടു പോകുവാൻ ശത്രു മുഴുബലത്തോടെ പ്രവർത്തിക്കുകയാണ്. ഒരു സമുദ്രം ആർത്തിരമ്പിയതിന്റെ തിരമാലകൾ കടന്നു വരുമ്പോൾ കരഭാഗത്തുള്ള സകല സാധനങ്ങൾ എന്തെല്ലാം അവിടെ കിടപ്പുണ്ടോ അതെല്ലാം മുഴുവനായിട്ട് അത് തിരിച്ചെടുത്തുകൊണ്ട് പോകും പോലെ ഈ ലോകത്തിലേക്ക് ഇറങ്ങുന്ന, ഈ ലോകമാകുന്ന സമുദ്രത്തിലേക്ക് ഇറങ്ങുന്ന എന്നെയും നിങ്ങളെയും തന്നിലേക്ക് ആകർഷിക്കുവാൻ തക്കവണ്ണം എത്രയോ അതേ കുരുക്കുകൾ സാത്താൻ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏദൻ പൂങ്കാവനത്തിലെ ആദാമ്യ ദമ്പതികളോട് ചോദിച്ചാൽ അവരും പറയും, ആമേൻ, ഏദൻ തോട്ടത്തിൽ ഹല്ലേലൂയ ദൈവം ഭക്ഷിക്കരുതേ എന്ന് പറഞ്ഞ ഫലം അവർക്ക് കണ്ണിന് മുൻപിൽ ഹല്ലേലൂയ ഭംഗിയുള്ളതായി കാണാൻ ഭംഗിയുള്ളതായി അവർക്ക് തോന്നുവാൻ തക്കവണ്ണം ഇടയായി. പ്രിയപ്പെട്ടവരെ, ഈ ഫലം കഴിച്ചത് അവരുടെ ജീവിതത്തിൽ സന്തോഷത്തിനല്ല, അവരുടെ കണ്ണുകൾ അടയപ്പെടുവാൻ, അഥവാ ഈ ഫലം കഴിച്ചത് കൊണ്ട് ഹല്ലേലൂയ അവരുടെ ജ്ഞാനം നഷ്ടപ്പെടുവാൻ ഇടയായി. ദൈവമായുള്ള സംസർഗത്തിൽ നിന്ന് അവർ അകന്നിട്ട് ഒരു മരത്തിന്റെ ചുവട്ടിൽ പോയി ഒളിച്ചിരിക്കുമ്പോൾ വെയിലറിയപ്പോൾ ദൈവം തമ്പുരാൻ ഇറങ്ങി വന്നിട്ട്, ആദമേ നീ എവിടെയെന്ന് ചോദിക്കുമ്പോൾ താൻ പറയുന്നുണ്ട്, ഹല്ലേലൂയ ഞാൻ നഗ്നനാക്കൊണ്ട് ഞാൻ ഇവിടെ ഒളിച്ചിരിക്കുകയാണ്. നിന്നോട് ആര് പറഞ്ഞു നീ നഗ്നനാകുന്നുവെന്ന്? താൻ സ്വയം മനസ്സിലാക്കി. പ്രിയപ്പെട്ടവരെ, അത് ബുദ്ധിയാണ്, തൻ്റെ കഴിവാണ്. എന്നാൽ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, സ്വർഗീയ ജ്ഞാനം തരുന്നത് സ്വർഗത്തിലെ അപ്പനാണ്. ആകയാൽ ഈ ദിവസകാലങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുക. നമ്മുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുക. ജ്ഞാനത്തിന്റെ ആത്മാവിനാൽ നിറയ്ക്കേണ്ടതിനായിട്ട് ഈ ദിവസങ്ങൾ അന്യോന്യം സ്നേഹിച്ച് ജ്ഞാനത്തിൽ നടക്കുവാൻ ദൈവസഭയെ അപ്പോസ്തലനായ പൗലോസ് ബുദ്ധി ഉപദേശിക്കുമ്പോൾ മൂന്നാമതായിട്ട് താൻ പറയുന്നു, അത് എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം കൂടി നമുക്ക് വായിക്കാം. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ നടപ്പ് വെളിച്ചത്തിലായിരിക്കണം. എന്ന് വെച്ചാൽ എന്താണ്? ഇരുട്ടത്ത് പോകരുതെന്നാണോ? അക്ഷരാർത്ഥത്തിൽ അതല്ല. ഇരുട്ടെന്ന് ഉദ്ദേശിക്കുന്നത് പാപത്തെയാണ്. പാപത്തിന്റെ വഴികളിൽ നടക്കാതിരിപ്പാൻ ഈ ദിവസങ്ങൾ നാം വെളിച്ചമുള്ളവരായി നടക്കണം. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നുവെന്ന് കർത്താവായ യേശു ക്രിസ്തു താൻ തന്നെ പറയുവാൻ ഇടയായി എങ്കിൽ ലോകത്തിന്റെ വെളിച്ചമായവനെ നാം എന്ത് ചെയ്യണം? അനുധാവനം ചെയ്യണം. ലോകത്തിന്റെ വെളിച്ചമായവന്റെ ഇഷ്ടം എന്ത്? നാം അതിൽ നടക്കുവാൻ ഇടയാകണം. ഞാൻ പലപ്പോഴും നമ്മുടെ പരിസരങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. മിന്നാമിന്നികൾ അല്ലേ? എൻ്റെ ജീവിതത്തിൽ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ കുറേ കാലങ്ങൾക്ക് മുൻപ് ശുശ്രൂഷകൾക്കായി കടന്നു പോകുമ്പോൾ കരണ്ട് കട്ടാകും. രാത്രികാലങ്ങളിൽ ശുശ്രൂഷകൾ കഴിഞ്ഞു വരുമ്പോൾ മഴയും ഇടിയും ഒക്കെ ഉണ്ടാകുമ്പോൾ പലപ്പോഴും ചില സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ
അന്ന് നമ്മുടെ കൈവശം മൊബൈൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് മിന്നാമിന്നിയുടെ വെട്ടം ദൈവം ആമേൻ സഹായമായി തന്നിട്ടുണ്ട്. ഞാൻ ഇന്നതൊക്കെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാണ്. ഒരു കാലത്ത് ആമേൻ നമുക്ക് കാൽനടയായി നടന്ന് കർത്താവിന് വേണ്ടി അനേകം മൈലുകൾ താണ്ടി അവന്റെ വേലയ്ക്കായി കടന്നു പോകുമ്പോൾ ആരും സഹായമില്ലാതെ നാം അന്ധതയിൽ തിരിച്ചു വരുന്ന സമയത്തും കർത്താവ് തന്റെ വാക്ക് മാറാത്തവനായി തന്റെ ചെറുപ്രാണിയിൽ കൂടി തന്റെ സൃഷ്ടിയിൽ കൂടി അവൻ ഹല്ലേലൂയ നമുക്ക് വെളിച്ചമായി കൂടെ ഇരുന്നിട്ടുണ്ട്. ഞാൻ ഇടിയും കൊള്ളിയാനും വെട്ടും കൊള്ളിയാന്റെ വെട്ടത്തിൽ ഞാൻ നടന്നു വന്നിട്ടുണ്ട്. ആമേൻ. അതേ കൂരിരുട്ടിൽ കരണ്ടെല്ലാം വഴികളിൽ പോലും ലൈറ്റ് ഇല്ലാത്ത അവസ്ഥയിൽ ഈ മിന്നാമിന്നിയുടെ വെട്ടത്തിൽ ഹല്ലേലൂയ വഴി കാണുവാൻ ദൈവം ഇടയാക്കി തന്നിട്ടുണ്ട്. ഞാൻ ഇതൊക്കെ ഓർത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആമേൻ നമുക്ക് മാർഗമായി വെളിച്ചമായി നിന്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായി ഇരിക്കുന്ന തിരുവചനത്തിൽ ആശ്രയിച്ചാൽ അവൻ നമ്മെ ഒരു കാലത്തും കൈവിടത്തില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ സമയകാലം തിരുവചനത്തെ അതിന്റെ നിലയിൽ നാം ഏറ്റെടുത്തുകൊണ്ട് മുന്നേറേണ്ടത് ആവശ്യമാണ്. നാം വെളിച്ചത്തിൽ നടക്കണം. ഹല്ലേലൂയ. 1 യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം കൂടി നമുക്ക് വായിക്കാം. ആമേൻ. വെളിച്ചത്തിൽ നടന്നാൽ ഉണ്ടാകുന്ന പ്രത്യേകത എന്താണ്? 1 യോഹന്നാൻ 1:7 ഇപ്രകാരം പറയുന്നു: അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നു എങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് വെളിച്ചമാണ്. വെളിച്ചത്തിലിരിക്കുന്ന കർത്താവിന്റെ അടുക്കൽ എത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവൻ വെളിച്ചത്തിലിരിക്കുകയാണ്. നാം ഇരുട്ടത്ത് നടന്നാൽ പറ്റുകയില്ല. പാപത്തിന്റെ വഴികളിൽ നടന്നാൽ കർത്താവിന്റെ അടുക്കൽ എത്തുവാൻ കഴിയുകയില്ല. ആമേൻ. നാം വെളിച്ചമുള്ളവരാകണം. ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് ക്രിസ്തുവിന്റെ വഴികളിൽ നടക്കുവാൻ നാം തൽപരരായാൽ കർത്താവ് ഇരിക്കുന്നിടത്ത് ആമേൻ നമുക്കും ഇരിക്കുവാൻ സാധിക്കും. അതുകൊണ്ടല്ലേ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ പറയുന്നത്, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. ആകയാൽ നമ്മുടെ നടപ്പ് എങ്ങനെയുള്ളതായിരിക്കണമെന്ന് ഈ പകൽക്കാലം ചിന്തിക്കേണ്ട അത്യാവശ്യമാണ്. 1, നാം നടക്കേണ്ടത് സ്നേഹത്തിൽ നടക്കണം. 2, നമ്മുടെ നടപ്പ് എങ്ങനെയുള്ളതായിരിക്കണം? ജ്ഞാനികളായിട്ടുള്ള നടപ്പായിരിക്കണം. അപ്പോൾ ജ്ഞാനത്താൽ നിറയുന്ന നടപ്പിൽ അവൻ വെളിച്ചമേത് ഇരുട്ടേത് എന്ന് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ നമുക്ക് വെളിച്ചത്തിൽ നടക്കുവാൻ നമ്മെ തന്നെ ഏൽപ്പിക്കാം. 1-2 വേദഭാഗം കൂടി ഞാൻ അതിവേഗം വായിക്കാം. റോമാലേഖനം 6-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. 5-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം, ജീവന്റെ പുതുക്കത്തിൽ ഒരു ദൈവവേദൽ നടക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വെളിച്ചം കണ്ടവൻ ഹല്ലേലൂയ ഇരുട്ടത്തേക്ക് പോകത്തില്ല. കാരണം അതിൻ്റെതായ ഗൗരവം ആ വ്യക്തിക്ക് അറിയാം. അങ്ങനെയെങ്കിൽ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് വിളിച്ചു പറയുക, ക്രിസ്തു മരിച്ചു, നമുക്ക് വേണ്ടി തന്റെ മഹിമയാൽ താൻ ഉയർത്തെഴുന്നേറ്റു എങ്കിൽ നാം ഇന്ന് പകൽക്കാലം ആമേൻ ആ മരണത്തോട് നാം അനുരൂപമായി അവന്റെ മരണത്തോട് പങ്കാളികളായി തീരുവാൻ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുന്നു എങ്കിൽ പറയുകയാണ്, ഹല്ലേലൂയ, നാമും ഈ ദിവസകാലങ്ങൾ അവനോട് ചേർന്ന് നടക്കുന്നവരാണ്. അതുകൊണ്ട് വായിച്ച്, ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അപ്പോൾ നാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനത്തോടെ ഏകീഭവിക്കണം. കർത്താവിനെ പോലെ ആയി തീരുവാൻ നാം നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. നാം ജീവന്റെ പുതുക്കത്തിൽ നടക്കണം. അധികം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗം വിടട്ടെ. ആമേൻ. ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. ക്രിസ്തുവേശുവിൽ പരിച്ഛേദനയല്ല, അഗ്രചർവവുമല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസമത്രേ കാര്യം. നമ്മുടെ നടപ്പ് എങ്ങനെയുള്ളതായിരിക്കണമെന്നാണ് ഗലാത്യ വിശ്വാസികളെ അപ്പോസ്തലനായ പൗലോസ് ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ നടപ്പ് വെളിച്ചത്തിലുള്ളതായിരിക്കണം. അപ്പോൾ പാപത്തിന്റെ അടിമയിൽ കിടന്നവരായി നമ്മെ ക്രിസ്തുയേശുവിന്റെ മരണത്താൽ നമ്മെ സ്വതന്ത്രരാക്കി. അല്ലേ? 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം തൊട്ട് വായിക്കുന്ന എങ്ങനെയാ? സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനായ പൗലോസ് എത്ര മുന്നറിയിപ്പാണ് നമുക്ക് നൽകുന്നത് അല്ലേ? നമുക്കൊരുക്കിയിരിക്കുന്ന നിത്യ സന്തോഷം അനുഭവിക്കേണ്ടതിന് അത് തടസ്സപ്പെടാതിരിപ്പാൻ തക്കവണ്ണം താൻ വെളിച്ചം പ്രാപിച്ചവനായി കർത്താവിൽ നിന്ന് പ്രാപിച്ചെടുത്തതിന്റെ അനുഗ്രഹങ്ങൾ അവൻ വ്യക്തമായിട്ട് നമ്മോട് പറയുകയാണ്. ആമേൻ. നാമും
ഈ ദിവസകാലങ്ങളിൽ നശിച്ചു പോകാതിരിപ്പാൻ ഹല്ലേലൂയ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് ആമേൻ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കേണ്ടതിന് ആമേൻ ദിവസങ്ങളിൽ പുറത്തു വരണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ നടപ്പ് എങ്ങനെയുള്ളതായിരിക്കണം? ആത്മാവിൽ നടക്കുന്നവരായിരിക്കണം, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരായിരിക്കണം, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർ. അതെ, നമ്മൾ ഒന്നാമതായിട്ട് ചിന്തിച്ചു ആമേൻ നമ്മുടെ നടപ്പ് ആമേൻ എങ്ങനെയുള്ളതായിരിക്കണം? സ്തോത്രം. എഫേസ്യർ 5:2 സ്നേഹത്തിൽ നടക്കണം. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിച്ചു ആമേൻ അതെ നമ്മുടെ നടപ്പ് എഫേസ്യർ 5:15 ജ്ഞാനികളായിട്ട് നടക്കണം. മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിച്ചു നമ്മുടെ നടപ്പ് എങ്ങനെയുള്ളതായിരിക്കണം? വെളിച്ചത്തിൽ നടക്കുന്നതായിരിക്കണം. എഫേസ്യർ 5:9 അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആറാമതായിട്ട് നമ്മൾ ചിന്തിച്ചു റോമർ 6:4 ജീവന്റെ പുതുക്കത്തിൽ നടക്കണം. പിന്നീട് നമ്മൾ ചിന്തിച്ചു പ്രൈസ് ദി ലോർഡ് ഗലാത്യർ 5:6 ആത്മാവിൽ നടക്കണം. നാം ഈ ദിവസകാലങ്ങളിൽ കർത്താവിനെ അനുസരിച്ച് ജീവിക്കുന്നവരെങ്കിൽ കർത്താവിന്റെ വചനത്തിൽ നടക്കുവാൻ, അവന്റെ വചനത്തെ പ്രമാണിക്കുവാൻ നമുക്കിടയാകും. ആത്മാവിനെ പ്രാപിച്ചെടുക്കണം. ഹല്ലേലൂയ. ആത്മാവിനെ പ്രാപിച്ചെടുത്തവരിൽ ഈ ഫലങ്ങളെല്ലാം ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയാകും. ഗലാത്യ ലേഖനം നാം പഠിക്കുമ്പോൾ ആത്മാവിന്റെ ഫലങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കുവാൻ കഴിയുമല്ലോ. ആത്മാവിൽ നടക്കുന്നവർക്ക് മാത്രമേ ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ആകയാൽ ആത്മാവിൽ നടക്കണം. ആത്മാവ് ഏതെന്ന് തിരിച്ചറിയണം. ആമേൻ. ആത്മാവ് രണ്ടു വിധത്തിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ദുരാത്മാവും പരിശുദ്ധാത്മാവും. ആകയാൽ ഈ ദിവസങ്ങളിൽ ആത്മാവിന്റെ നിയന്ത്രണം ഈ ദിവസകാലങ്ങളിൽ നാം ഏറ്റെടുക്കണം. ആത്മാവിൽ നടക്കുവാൻ ഹല്ലേലൂയ വിവേകത്തോടെ, പരിജ്ഞാനത്തോടെ, ദൈവകൃപയോടെ, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നമുക്ക് നടക്കുവാൻ അവൻ നമ്മെ സത്യ ഉപദേശത്തിൽ വഴി നടത്തും. നമ്മളെ സകല ബുദ്ധിയും അവൻ പറഞ്ഞു തരും. നടക്കേണ്ടുന്ന പാത കർത്താവ് ആമേൻ ആത്മാവിന്റെ നിറവിനാൽ ജീവിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് അവൻ കാണിച്ചു കൊടുപ്പാൻ തക്കവണ്ണം ഇടയാകും. ആകയാൽ ഈ ദിവസകാലങ്ങളിൽ ആത്മാവിന്റെ നിറവിൽ നടക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഒരു വാക്യം കൂടെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇവിടെ 3 യോഹന്നാൻ അതിന്റെ 4 വാക്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 3 യോഹന്നാൻ 4 വാക്യം. എന്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല. ഹല്ലേലൂയ. ഇവിടെ മൂപ്പനായ യോഹന്നാൻ പറയുക, എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ അധികം സന്തോഷം എനിക്ക് എന്താണുള്ളത്? പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ പകൽക്കാലത്തിങ്കൽ നമുക്കും അതല്ലേ, നമ്മുടെ മക്കൾ സത്യത്തിൽ നടക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ നാം സത്യത്തിലാണ് നടക്കുന്നത്. നമ്മൾ സത്യത്തിൽ നടന്ന് മാതൃക കാണിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങളും ആമേൻ സത്യത്തിൽ നടക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ നടപ്പ് സത്യത്തിലായിരിക്കണം. ഈ ലോകം നമ്മളെ അസത്യത്തിലേക്ക് കൊണ്ടെത്തിക്കും, ആ സന്മാർഗീയ മാർഗത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ തത്രപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ മുൻപിൽ സത്യമായി ജീവിക്കുവാൻ നമുക്ക് സാധ്യമല്ലാതാക്കുവാൻ ശത്രു മുഴുവലത്തോടെ പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും യഹോവ സമീപസ്ഥന. ആകയാൽ സത്യത്തിൽ ജീവിക്കുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തന്നെ ആമേൻ. കൊലോസ്യ ലേഖനം 2 അതിന്റെ 6 വാക്യത്തിൽ ഹല്ലേലൂയ പറയുന്നു, നമ്മുടെ നടപ്പ് അവന്റെ കൂട്ടായ്മയിൽ കൂടിയായിരിക്കണം. നാം അവന്റെ കൂട്ടായ്മയിൽ നടക്കണം. ആ വാക്യം കൂടി ഞാൻ വായിച്ച് അവസാനിപ്പിക്കാം. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പിൻ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഈ ദിവസകാലങ്ങളിൽ കർത്താവുമായിട്ടൊരു കൂട്ടായ്മ നമുക്ക് അത്യാവശ്യമാണ് അല്ലേ? പല ഓൺലൈൻ കൂട്ടായ്മകളുണ്ട്. ആമേൻ. ദൈവസഭയിൽ കൂടി വരുന്ന കൂട്ടായ്മകളുണ്ട്. ഏതുമാകട്ടെ, ക്രിസ്തുവിനോടൊത്ത് നാം ആയിരിക്കുന്നതാണ് നമ്മുടെ സന്തോഷം. ആകയാൽ ക്രിസ്തുവുമായിട്ടുള്ളൊരു കൂട്ടായ്മ ബന്ധത്തിൽ നാം ആയിരിക്കണം. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുക, നാം നമ്മുടെ നടപ്പ് എങ്ങനെയുള്ളതായിരിക്കണം? കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയിലായിരിക്കണം. ഇത് ചിന്തിക്കുമ്പോൾ എൻ്റെ ഉള്ളത്തിന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ചിന്ത ഉൽപ്പത്തി പുസ്തകം 5:21 വാക്യത്തിലാണ്. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. താൻ ഭക്തനായിരുന്നു, കുടുംബം നന്നായി ഭരിക്കുന്നവനായിരുന്നു. ഹല്ലേലൂയ. എനിക്ക് ആ ഭാഗം വായിക്കും വളരെ സന്തോഷമാണ്. ഹാനോക്കിന്റെ പ്രായം 365 വർഷമായിരുന്നു. താന് 65 വയസ്സ് വരെ ദൈവത്തെ അറിഞ്ഞില്ല. അറിഞ്ഞതിന് ശേഷം 300 വർഷവും ദൈവത്തോടു കൂടെ താൻ നടക്കുവാനിടയായി അല്ലേ? അവിടെ ഞാൻ വായിക്കുന്ന ഇങ്ങനെയാണ്, ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. പ്രൈസ് ദി ലോർഡ്. 5 ഉൽപ്പത്തി പുസ്തകം 5:24 വാക്യത്തിലെ ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ആമേൻ. ദൈവമക്കളെ, ദൈവത്തോട് കൂടെ നടക്കുക എന്നുള്ളത് വളരെ പ്രയാസമാണ് എന്ന് ആമേൻ ഇന്നത്തെ തലമുറകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചില കുഞ്ഞുങ്ങളുമായിട്ട് സംസാരിപ്പാൻ തക്കവണ്ണം ഇടയായി. ആമേൻ. എന്നോട് പറയുന്ന ആന്റി, പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങൾ ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെങ്കിൽ ഈ ലോകത്തിന്റെ കാര്യങ്ങൾ ഞങ്ങളെ ദൈവത്തിലോട്ട് അടുപ്പിക്കുന്നില്ല. മൊബൈൽ മാറ്റിവെക്കാൻ ഞങ്ങൾക്ക് സമയം കിട്ടുന്നില്ല. ആമേൻ. മ്ലേച്ഛമായ ജീവിത അനുഭവങ്ങളാ. മാത്രമല്ല
അനേക അനുഭവങ്ങൾ അനേക കുഞ്ഞുങ്ങളിലൂടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എൻ്റെ ഹൃദയം ദുഃഖിക്കുന്ന വിധത്തിലാണ് പല കുഞ്ഞുങ്ങളോട് ഞാൻ സംസാരിക്കുമ്പോൾ അവരിൽ നിന്ന് ലഭിക്കുന്ന മറുപടി. എന്നാൽ ഈ ദിവസകാലങ്ങളിൽ ദൈവം ആമേൻ അവർക്ക് അതിനനുസരിച്ച വചനങ്ങൾ പറഞ്ഞു കൊടുക്കുവാൻ ഈ ദൈവം കൃപ നൽകിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു പെൺകുട്ടിയുമായി കൗൺസിൽ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി. അവളുടെ ജീവിതത്തിന്റെ മ്ലേച്ഛമായ അനുഭവങ്ങൾ അവൾ എന്നോട് പങ്കിടുവാൻ തക്കവണ്ണം ഇടയായി. പ്രിയപ്പെട്ടവരെ, ഇന്ന് അവൾ മെന്റൽ ഹെൽത്ത് ഹോസ്പിറ്റലിലായിരിക്കുകയാണ്. ഞാൻ അവൾക്ക് വേണ്ടി ആമീൻ മൊബൈൽ കൂടി പ്രാർത്ഥിക്കുകയും അവളെ മൊബൈൽ കൂടി ആമീൻ വളരെ ശക്തമായ നിലയിൽ അവളോട് സംസാരിക്കുകയും ചെയ്തു. ഇന്ന് അവൾ സ്വതന്ത്രയായിക്കൊണ്ടിരിക്കുന്നു. ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ആമീൻ ലോകത്തിന്റെ ഇഷ്ടപ്രകാരം നടന്നതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവമക്കളെ ആമീൻ ജീവിതം നശിക്കുവാനിടയായി. എങ്കിൽ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നതുകൊണ്ട് തന്റെ തലമുറകളും ദൈവത്തെ അറിയുവാനിടയായി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ നടപ്പ് എങ്ങനെയുള്ളതാണ്? ദൈവത്തോട് കൂടെയാണോ? നമ്മുടെ മാതൃകയാണ് ഹല്ലേലൂയ നമ്മുടെ കുഞ്ഞുങ്ങൾ കാണുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, എനിക്ക് നിങ്ങളോട് ഒരു കാര്യമേ പറയുവാനുള്ളൂ. ഞാനും നിങ്ങളും ഈ ദിവസങ്ങളിൽ നടക്കുന്നത് മാതൃകാപൂർവമോ? നമ്മുടെ നടപ്പ് ഒപ്പിയെടുക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ ഭവനത്തിൽ നമ്മുടെ സംസാരങ്ങൾ കേൾക്കുന്ന കുഞ്ഞുങ്ങൾ, നമ്മുടെ ഹല്ലേലൂയ ചുറ്റുവട്ടങ്ങളിൽ സൊസൈറ്റിയിൽ നാം ഇടപഴകുമ്പോൾ നമ്മുടേതായ കാര്യങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന സമൂഹം ആമേൻ നമ്മെ വീക്ഷിക്കുമ്പോൾ നമ്മുടെ നടപ്പ് എങ്ങനെയുള്ളതായിരിക്കും? പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പോസ്തലനായ പൗലോസ് നമ്മളെ ബുദ്ധി ഉപദേശിച്ചതുപോലെ നമ്മുടെ നടപ്പ് ഹല്ലേലൂയ ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിനായിട്ട് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവമായിട്ടുള്ളൊരു കൂട്ടായ്മയിൽ നടക്കേണ്ടതിനായിട്ട് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം. ദൈവത്തിന്റെ വെളിച്ചത്തിൽ നടക്കേണ്ടതിനായിട്ട് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. ആത്മാവിന്റെ നിറവിൽ നടക്കേണ്ടതിനായിട്ട് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ നടപ്പ് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമായി തീരുവാൻ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതുവരെയും നമ്മുടെ ഇഷ്ടത്തിന് നടന്നുവെങ്കിൽ ഇനി കർത്താവെ, ഞാൻ അങ്ങയുടെ ഇഷ്ടത്തിനായിട്ട് എന്നെ തന്നെ സമർപ്പിക്കുന്നു. എൻ്റെ ഇഷ്ടം വേണ്ട കർത്താവെ, അങ്ങയുടെ ഇഷ്ടം മതി എന്ന് പറഞ്ഞ് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ സാധിക്കുമോ? എത്ര പേർ എന്നോട് ചേർന്ന് ഈ പകൽക്കാലം തലകളെ വണക്കും? എത്ര പേർ എന്നോട് ചേർന്ന് ഇന്ന് ദൈവത്തോട് പറയുവാൻ ആമേൻ മനസ്സ് വെക്കും? ഹല്ലേലൂയ. ആമേൻ. ദൈവത്തോട് പറ, കർത്താവെ, ഞാൻ എന്നെ തന്നെ സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിക്കുന്നു. ഇതുവരെയും എൻ്റെ ഇഷ്ടത്തിന് ഞാൻ നടന്നെങ്കിൽ ഇനി മുതൽ എൻ്റെ ഇഷ്ടത്തിനല്ല, അവിടുത്തെ ഇഷ്ടത്തിന്, അവിടുത്തെ കാൽച്ചുവടുകളെ പിൻപറ്റുവാൻ അങ്ങ് വെച്ചു പോയിട്ടിരിക്കുന്ന മാതൃകയെ അതേ ഞാൻ പിൻപറ്റുവാൻ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് നമുക്ക് മുഴുവനായിട്ട് സമർപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. കർത്താവിനോട് പറ, മുറ്റും ഞാൻ താരും നീതാ, ദേഹം ദേഹി സമസ്തം എന്നേക്കും നിന്റേതു ഞാൻ, ദേഹം ദേഹി സമസ്തം എന്നേക്കും നിന്റേതു ഞാൻ. നമുക്ക് പറയാം, നമുക്ക് സ്വന്തമായിട്ടൊന്നുമില്ല, നമ്മുടേതല്ലൊന്നും. കർത്താവ് തന്നല്ല നമുക്കൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, ദൈവമാണ് ഇതുവരെ നമ്മെ നടത്തിയത്. നമ്മുടെ കഴിവുകൊണ്ടോ, നമ്മുടെ പ്രാപ്തി കൊണ്ടോ, മിടുക്കുകൊണ്ടോ, നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത കൊണ്ടോ, ആരോഗ്യത്തിന്റെ ശ്രേഷ്ഠത കൊണ്ടോ, കുടുംബത്തിന്റെ മഹിമ കൊണ്ടോ ഹല്ലേലൂയ നാം ഒന്നും നേടിയെടുത്തതല്ല. ദൈവം അനുവദിച്ച് തന്നിട്ടുള്ള നന്മകളും അനുഗ്രഹങ്ങളുമാ. ആകയാൽ ഈ ദിവസങ്ങളിൽ നമുക്ക് പറയാം, കർത്താവെ, ഇതുവരെ എൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള തെറ്റുകളെ, കുറ്റങ്ങളെ ക്ഷമിക്കണമേ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഹല്ലേലൂയ പ്രാർത്ഥിക്കാം. ഒരുമിച്ച് ചേർന്ന് ദൈവത്തോട് പറയാം, കർത്താവെ, അങ്ങനെ സഹായിക്കണമേ. അവിടുത്തെ നാമത്തിന്റെ മഹിമയ്ക്കായിട്ട് എൻ്റെ ജീവിതം ഈ സമയം മുതൽ പിന്നെയും വേർതിരിപ്പാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ഞാൻ സമർപ്പിച്ചവളാണ്. കഴിഞ്ഞ നാളുകളിൽ ഞാൻ അങ്ങേക്ക് വേണ്ടി ജീവിപ്പാൻ എടുത്തവളാണ്. എന്നാൽ അത് സാധ്യമാകാതെ വന്നുവെങ്കിൽ ഇന്ന് കർത്താവെ, അങ്ങനോട് സംസാരിച്ചതിന് പ്രകാരം ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നുവെന്ന് എത്ര പേർ ഈ പകൽക്കാലം പറയുവാനിടയാകും? എത്ര പേർ ദൈവം മുൻപാകെ തലകളെ വണക്കും? ഒരു നിമിഷം പ്രിയപ്പെട്ട സഹോദരിയെ, പ്രിയപ്പെട്ട സഹോദര, തന്നെത്താൻ ഒന്ന് ശോധന ചെയ്താട്ടെ. ആരുടെയും മുൻപിൽ ബലഹീനതകളോ കുറവുകളോ പറയേണ്ട. ദൈവത്തിന്റെ മുൻപാകെ അസകലവും നന്നായി അറിയുന്ന, നിന്റെ ഹൃദയങ്ങളെയും ഉൾപ്പൂവുകളെയും ആരാഞ്ഞറിയുന്ന ദൈവസന്നിധിയിലേക്ക് ഒന്ന് സമർപ്പിച്ചു കൊടുക്കുമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാം അറിയുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. ദൈവമായ കർത്താവേ, അവിടുത്തെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിക്കട്ടെ.
ഈ തിരുവചനത്തിന് മുൻപാകെ സമർപ്പിക്കപ്പെട്ട ഓരോ ഹൃദയങ്ങളെയും സമർപ്പിക്കട്ടെ. ഞങ്ങളുടെ ഈ ലോകത്തിലെ നടപ്പ് എങ്ങനെയുള്ളതായിരിക്കണം എന്ന ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളോട് അക്കമിട്ട് പറഞ്ഞുവെങ്കിൽ കർത്താവെ, അങ്ങയുടെ വചനത്തിന് മുൻപാകെ ഞങ്ങളുടെ നടപ്പിനെ ക്രമീകരിച്ചുകൊണ്ട് മുന്നേറുവാൻ കൃപ നൽകണമേ. പലതിലും കർത്താവെ ക്രമീകരണങ്ങൾ ഇനി നടത്തുവാനുണ്ട്. അവയുടെ മേലൊക്കെയും ക്രമീകരണങ്ങൾ നടത്തിക്കൊണ്ട് സ്നേഹത്തിൽ വേരൂന്നി നടക്കുവാൻ, ആത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ, ദൈവിക കൂട്ടായ്മയിൽ നടക്കുവാൻ കർത്താവ് സഹായിക്കണം. പലപ്പോഴും കർത്താവെ, അങ്ങേ വിട്ടുള്ള ആ ജീവിതത്തിൽ നിന്നും മടങ്ങി വന്ന് ദൈവകൃപ ഏറ്റെടുക്കുവാൻ കർത്താവ് ഓരോ വ്യക്തി ജീവിതങ്ങളെ സഹായിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. കർത്താവെ, ഇന്ന് ഈ പകൽക്കാലം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സമയം തന്നതിനായിട്ട് സ്തോത്രം. ഈ മെസ്സേജ് ശ്രദ്ധിച്ച ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിച്ചാട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. അടിയനെയും സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിക്കുന്ന കർത്താവെ, അങ്ങെല്ലാം അറിയുന്ന ദൈവമാകിയാൽ സ്തോത്രം. അങ്ങയുടെ മുൻപിൽ കർത്താവെ, അടിയനെയും കർത്താവ് ശുദ്ധീകരിച്ചാട്ടെ. അവിടുത്തെ നാമത്തിന്റെ മഹിമയ്ക്ക് വേണ്ടി അന്ത്യത്തോളം ജീവിപ്പാൻ കർത്താവ് ഇടയാക്കണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. കർത്താവിൽ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിക്കട്ടെ എന്ന തിരുവചനം ഞങ്ങൾ വായിക്കും പോലെ ആമേൻ ഉപദേശിക്കുന്ന ഉപദേശത്തിനൊത്തവണ്ണം അടിയന്റെയും ജീവിതം വ്യക്തമായിട്ട് മുന്നേറുവാൻ പിന്നെയും സഹായിക്കണം. തിരുവുള്ളം എന്നിൽ പ്രസാദിച്ച് അങ്ങ് കരം പിടിച്ച് നടത്തുന്നതിനായിട്ട് സ്തോത്രം. നന്നായി എല്ലാം ചെയ്യുന്ന എൻ്റെ സ്വർഗസ്ഥ പിതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ ചോദിക്കുന്ന പ്രാർത്ഥന ദൈവമൂലം കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയല്ലോ. വീണ്ടും നമുക്ക് ആമേൻ ഒരുമിച്ച് കാണാം. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. നിങ്ങൾക്ക് ആമേൻ ഈ സന്ദേശം താല്പര്യമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന്, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. മറാനാഥ.